ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന എക്സ്ഫോളിയേഷൻ, ഓവർ എക്സ്ഫോളിയേഷൻ, അണ്ടർ എക്സ്ഫോളിയേഷനെയൊക്കെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എക്സ്ഫോളിയേഷൻ, അതായത് നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് രീതിയിൽ നമുക്ക് എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യാം. പക്ഷെ മെയിനായിട്ട് എക്സ്ഫോളിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാത്രമല്ല നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും കളയാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ വേണ്ടിയിട്ട് എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്, ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ സിറംസിനെയൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിന്നാണ് നിൽക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ചിലപ്പോൾ നമുക്ക് സിറം ഒന്നും അബ്സോർബ് ആവാൻ പറ്റത്തില്ല. അത് കാരണം ആ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ഫോളിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ബേസ് കിട്ടാനും എക്സ്ഫോളിയേഷൻ വളരെ നല്ലതാണ്. ഇപ്പൊ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിൻ പോവില്ലേ? പോവും. പക്ഷെ ചില സമയങ്ങളിൽ ആ നാച്ചുറലായിട്ട് പോകുന്നത് ഇനഫ് പോവത്തില്ല. കുറച്ചുകൂടി നമുക്ക് കളയാൻ പറ്റും, പോയാലും നമ്മുടെ സ്കിന്നിന് പ്രശ്നമില്ല. അങ്ങനെ പോകാൻ പറ്റുമെന്നുണ്ടായിട്ട് നമുക്കത് പോവാതാകുമ്പോഴാണ് നമ്മുടെ സ്കിൻ കുറച്ച് ഡാർക്കർ ആയിട്ട് തോന്നുന്നത്. നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താലും നമുക്ക് ആ ഒരു ഗ്ലോ ഒന്നും നമ്മുടെ ഫേസിൽ കിട്ടാത്തതിൻ്റെ ഒക്കെ റീസൺ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കാത്തതാണ്. അതാണ് എക്സ്ഫോളിയേഷൻ. എക്സ്ഫോളിയേഷനും അണ്ടർ എക്സ്ഫോളിയേഷൻ ഞാൻ കണ്ടുപിടിച്ച സാധനമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓവർ എക്സ്ഫോളിയേഷൻ. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രോബ്ലം ആയിട്ട് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം DM-ലായാലും കമന്റ് ബോക്സിലായാലും ഒക്കെ പറയുന്ന റീസൺ ആണ്, ഞാൻ ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മുഖത്ത് പെട്ടെന്ന് കുരു വന്നു, അതെന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും, എനിക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി, അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം ഇത് വരുന്നത് ഓവർ എക്സ്ഫോളിയേഷൻ കാരണമാണ്. അപ്പം എന്താണ് ഓവർ എക്സ്ഫോളിയേഷൻ നമുക്ക് നോക്കാം. ഓവർ എക്സ്ഫോളിയേഷൻ വരുമ്പോൾ എന്തൊക്കെയാ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്, അതാണ് സ്കിൻ ബാരിയർ. ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ നിന്ന്, ബാക്ടീരിയാസിൽ നിന്ന് ഒക്കെ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനകത്തുള്ള വെള്ളം പുറത്ത് പോകാതെ തടഞ്ഞു നിർത്തുന്നത്, നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ഇന്റഗ്രിറ്റിയിലൊക്കെ പിടിച്ചു നിർത്തുന്നതൊക്കെ നമ്മുടെ സ്കിൻ ബാരിയർ ആണ്. ചില സിറ്റുവേഷനിൽ ഈ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അപ്പോഴാണ് നമ്മൾ ഓവർ എക്സ്ഫോളിയേഷനിലോട്ട് പോകുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ അറിയാതെയാണ് നമ്മൾ ഓവർ എക്സ്ഫോളിയേഷൻ നടത്തുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിറത്തിലായിരിക്കും ഈ എക്സ്ഫോളിയേഷൻ ഒക്കെ നമ്മൾ ഓവറായിട്ട് നടത്തുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് എടുക്കുക. നിങ്ങൾ ചിലപ്പോൾ ഡെയിലി 2 നേരം ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ചിലപ്പോൾ അത് ടോളറൻസ് ഉണ്ടാവാതിരിക്കും. അത് കാരണം നിങ്ങളുടെ സ്കിന്നിന് എക്സ്ട്രീംലി ആയിട്ട് ഡ്രൈ ആവുകയും നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് സിറം, നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആക്നി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് സിറം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സാലിസിലിക് ആസിഡ് ശരിയാണ്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കളയാനായിട്ട് നല്ലതാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യും, ചിലപ്പോൾ 2 നേരം യൂസ് ചെയ്യും, ചിലപ്പോൾ നൈറ്റ് മാത്രമൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും സാലിസിലിക് ആസിഡിന് അറിയത്തില്ലല്ലോ നിങ്ങളുടെ ഫേസിൽ എത്ര ഓയിൽനെസ് ഉണ്ട്, എത്ര കൺട്രോൾ ചെയ്യണമെന്ന്. അതിന് പറ്റുന്ന, അത് ഓയിൽനെസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് കാരണം നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവും. അത് കാരണം നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത്രയും മനസ്സിലായില്ല. അതുപോലെയാണ് ഗ്ലൈക്കോളിക് ആസിഡ്. പ്രത്യേകിച്ച് ഗ്ലൈക്കോളിക് ആസിഡ് 6% മുകളിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. അതായത് നമ്മുടെ ഡെഡ് സ്കിൻ, അതായത് ഈ ഗ്ലൈക്കോളിക് ആസിഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പൊട്ടിച്ചു കളയാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ പുറത്ത് നിൽക്കുന്ന ഡെഡ് സ്കിന്നാണോ അല്ലാത്ത സ്കിന്നാണോ. അവർ ഔട്ടർ മോസ്റ്റ് ലെയറിനെ ബ്രേക്ക് ചെയ്ത് കളയും. അപ്പൊ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ളത് നല്ല സ്കിന്നായിരിക്കും, പക്ഷെ നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഔട്ടർ മോസ്റ്റ് സ്കിന്നായിട്ട് പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ബാരിയർ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നത് എന്നുള്ള പ്രധാന റീസൺ. അപ്പൊ അതിന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണോ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ആണോ എന്താണെങ്കിലും ഫേസ് വാഷിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് മോർണിംഗിൽ മാത്രമേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ സാലിസിലിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, നിങ്ങളുടെ എത്ര എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിലും, നിങ്ങൾക്ക് എത്ര വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിലും വീക്ക്ലി 2 പ്രാവശ്യമേ യൂസ് ചെയ്യാവുള്ളൂ. 2% വരെ മാക്സിമം നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാറുള്ളൂ സിറം ഫോമിൽ.
അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ 2 പ്രാവശ്യം മാത്രം വീക്ക്ലി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1% ഇപ്പം ലോറിയൽ പാരീസിന് 1% ഗ്ലൈക്കോളിക് ആസിഡ് ചേരുവാണെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് സീനില്ല. പക്ഷെ നിങ്ങൾ 6% ഗ്ലൈക്കോസിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഡോക്ടർ ഷേത്തിന്റെ ഗുലാബ് എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നും ഡെയിലി യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് വീക്ക്ലി വൺസോ ടോയ്സോ മാത്രമേ യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടേത് ഒരു ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിൻകാരോ ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് മാക്സിമം വീക്കിൽ 1 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സ്കിൻ ഒരിക്കലും നമുക്ക് ഡ്രൈ ആയിട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, നമ്മുടെ ഔട്ടർമോസ്റ്റ് ലെയർ ഡാമേജ് ആവും, നമ്മുടെ സ്കിന്നിലുള്ള വാട്ടർ ലോസ് വരും, നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആവും. അപ്പം ഇങ്ങനെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ എക്സ്ഫോളിയേഷൻ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് നമ്മുടെ സ്കിൻ പോകത്തില്ല. ഇനി ഓവർ എക്സ്ഫോളിയേഷൻ ആയ സ്കിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ഭയങ്കര പോസ് വന്നതായിട്ട് തോന്നും. ഈവൻ ദോ നിങ്ങളുടെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് സ്കിന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പൺ പോസ് ഉള്ളതായിട്ട് തോന്നും. ഫേസ് നല്ല ഡള്ളായിട്ട് തോന്നും. മാത്രമല്ല പൊരിഞ്ഞളവാൻ തുടങ്ങും നമ്മുടെ ഫേസ്. പിന്നെ വിണ്ട് കീറിയ മുഖമാവും നമ്മുടെ അടുത്ത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ടർമോസ്റ്റ് ലെയർ ആണല്ലോ വാട്ടർ ഇവാപ്പറേഷൻ തടഞ്ഞു നിർത്തുന്നത്. അതില്ല, അപ്പോൾ വാട്ടർ ഇവാപ്പറേഷൻ നിർത്തും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ മുഖത്തിന് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരും. അപ്പൊ ഇത് ഇത്രയാണ് നമ്മളൊരു ഓവർ എക്സ്ഫോളിയേഷൻ ആയിട്ടുള്ള സ്കിന്നിന് ഉണ്ടാകുന്ന പ്രശ്നം. ഇനി നമ്മൾ ഓവർ എക്സ്ഫോളിയേഷനും പേർജിങ്ങും തമ്മിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് പേർജിങ് എന്നും ഓവർ എക്സ്ഫോളിയേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. ചില ആക്റ്റീവ്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെറ്റിനോള് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പർജിങ് വരും. അത് പ്രത്യേകിച്ചും റെറ്റിനോളിലൊക്കെയാണ് ഇത് വരുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൽ കൊളാജൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി മോക്കുരു വരുന്ന സ്ഥലങ്ങളിൽ മോക്കുരു വരാൻ തുടങ്ങും. ഈ മോക്കുരു ഒരിക്കലും റെഡ്നെസ്സോ ഇച്ച്നെസ്സോ അങ്ങനെ ഒന്നും തരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഡാമേജോ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ മോക്കുരുക്കൾ കൂടുതലും റെഡ് കളർ, ഇച്ച്നെസ്, പെയിൻ, പസ് ഇതൊക്കെ ഉണ്ടാവും. ഇത് കൂടുതലും നമ്മൾ കാണപ്പെടുന്ന സാലിസിലിക് ആസിഡ് ആണ്. പർജിങ് കൂടുതലും കാണപ്പെടുന്നത് റെറ്റിനോളിലാണെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് കൂടുതലും കാണപ്പെടുന്നത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിലും സാലിസിലിക് ആസിഡ് സിറത്തിലൊക്കെ ആയിരിക്കും. ഞാൻ ഇതിൽ ഞാൻ പറയുന്ന എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമല്ല, എനിക്ക് ഒരുപാട് പേര് ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ടീനേജേഴ്സിന് വരുന്നൊരു പ്രശ്നമാണ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യും, സ്കിൻ ബ്രേക്ക് ആവും, പർജിങ് എന്ന് തെറ്റിദ്ധരിക്കും, ചിലപ്പോൾ അത് ബ്രേക്ക് ഔട്ട്സ് ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പർജിങ് ആണോ എന്ന് നോക്കുക, ബ്രേക്ക് ഔട്ട്സ് ആണോ എന്ന് നോക്കുക. അതെ, ഡിഫറൻസിയേഷൻ മനസ്സിലായല്ലോ. പർജിങ് ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പിമ്പിൾസ് വരുന്ന സ്ഥിരം നമുക്ക് കുറെ സ്ഥലങ്ങളാണല്ലോ മൂക്കുരു വരുന്നത്, മൂക്കിന്റെ തുമ്പില്, ചിന്നില്, അല്ലെങ്കിൽ നെറ്റിയില്, കവിളില്, ഇവിടെയൊക്കെ അപ്പോൾ സ്ഥിരം വരുന്നുണ്ടാവുമല്ലോ, അവിടെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. മാത്രമല്ല അത് പെയിനോ റെഡ്നെസ്സോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അത് വരും പോവും അങ്ങനെയായിരിക്കും. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ അത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ബ്രേക്ക് ഔട്ട്സ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇച്ച്നെസ് കാണും, റെഡ്നെസ് കാണും, പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അതാണ് പേർജിങ്ങും ബ്രേക്ക് ഔട്ട്സും തമ്മിലുള്ള വ്യത്യാസം. മോസ്റ്റ് ഓഫ് ദി എക്സ്ഫോളിയേഷൻ കാരണം ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട്സും വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഔട്ടർമോസ്റ്റ് ലെയർ ബ്രേക്ക് ആയാലോ, അത് കാരണം വരുന്ന പിമ്പിൾസ് കാരണം നമുക്ക് കൂടുതലായിട്ട് ഈ ബ്രേക്ക് ഔട്ട്സ് വരുന്നത്. അപ്പൊ പർജിങ് എന്താണ്, ബ്രേക്ക് ഔട്ട്സ് എന്താണെന്ന് മനസ്സിലായാലോ. ഇനി ഇത് രണ്ടും ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് ബ്രേക്ക് ഔട്ട്സ് അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഒക്കെ ഡാമേജ് ആയാലും അതെങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളത് നോക്കാം. ഇനി എക്സ്ഫോളിയേഷൻ കാരണം നിങ്ങളുടെ സ്കിൻ ബ്രേക്ക് ഔട്ട് ആയി എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡാമേജ് ആയി എന്ന് വെച്ചോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ബേസിക് സ്കിൻ കെയറിലോട്ട് പോവുക. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്, അതായത് സെറ്റാഫിലിന്റെ ഫേസ് വാഷോ അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസറോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡോട്ട് ആൻഡ് കീയുടെ ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷോ, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ ഷേത്തിന്റെ സിൻഡെല്ല ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫേസ് വാഷിലോട്ട് പോവുക. ഒരു മണമോ കളറോ ഒന്നും ആ ഫേസ് വാഷ് നമുക്ക് വേണ്ട. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ സെറത്തിനെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ പോയ സ്കിൻ ബാരിയർ നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാനാണ് നോക്കേണ്ടത്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാരിയർ റിപ്പയർ ക്രീംസ് ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഇപ്പൊ നമ്മുടെ സ്കിൻ എന്താണ്, ഇപ്പൊ എത്ര ഓയിലി ആയാലും നമ്മുടെ സ്കിൻ ഇപ്പൊ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. മണം പാടില്ല, ഫ്രാഗ്രൻസ് പാടില്ല, കളർ പാടില്ല, pH ബാലൻസ്ഡ് ആയിരിക്കണം. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയും ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ ആണ്. അല്ലെങ്കിൽ നമ്മുടെ സെറാവിയുടെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറമൈഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം അത്രയും എക്സ്ട്രീംലി ഡ്രൈ ആയില്ല, പക്ഷെ നിങ്ങൾക്ക് തുടക്കമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ വിത്തിൻ ബ്യൂട്ടിയുടെ സെറമൈഡ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഫോമുലാക്സിന്റെ സെറമൈഡ് മോയ്സ്ചറൈസറോ ഒക്കെ നിങ്ങൾക്ക്
യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസുകളാണ്. അടുത്തത് സൺസ്ക്രീനിലോട്ടാണ് പോകേണ്ടത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫിസിക്കൽ സൺസ്ക്രീനിലോട്ട് പോകാം. ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് നമ്മുടെ ന്യൂട്രിജീനയുടെ സിങ്ക് ഓക്സൈഡ് സൺസ്ക്രീൻ. രണ്ടാമത്തെ റിക്വലിന്റെ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ. അതല്ലെങ്കിൽ ആക്നെ യുവിയുടെ മാറ്റ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ മിനറൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മിനറൽ സൺസ്ക്രീനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിൽ ലെസ് ഇറിറ്റേറ്റിംഗ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും മിനറൽ സൺസ്ക്രീനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മോർണിംഗിൽ ഇത് ചെയ്യുക. നൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് മോയ്സ്ചറൈസറും ഫേസ് വാഷും മോയ്സ്ചറൈസറും മാത്രമേ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാരിയറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒരുപാട് സെറംസ് വർക്ക് ചെയ്യാനൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഹീലിംഗ് പ്രോസസ്സിന് മാത്രം കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു കോട്ട് വാസ്ലിൻ നൈറ്റ് ഇടുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ബേസിക്കലി ഞാൻ പറയാം, ആ ഇറിറ്റേഷൻസ് മാറാനായിട്ട് വാസ്ലിൻ നല്ലതാണ്. അതല്ലെങ്കിൽ അലവേര ജെല്ല് കൊടുക്കുന്നതും അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. അണ്ടർ എക്സ്ഫോളിയേഷൻ എന്താന്ന് പറഞ്ഞു, എക്സ്ഫോളിയേഷൻ എന്താണെന്ന് പറഞ്ഞു, എക്സ്ഫോളിയേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു, ജസ്റ്റ് രീതിയിൽ എങ്ങനെ എക്സ്ഫോളിയേഷൻ ചെയ്യാന്ന് പറഞ്ഞു, എക്സ്ഫോളിയേഷൻ കാരണം ഓവർ എക്സ്ഫോളിയേഷൻ കാരണം ബാരി ഡാമേജ് വന്ന് എങ്ങനെ റിപ്പയർ ആക്കണമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യാം? എക്സ്ഫോളിയേഷൻ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഒരുപാടുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഒന്ന് മനസ്സിലാക്കുക. പീലിംഗ് സൊല്യൂഷൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട്, അത് ഫസ്റ്റ് കാര്യം. ഇനി നിങ്ങൾ സ്കിൻ ടൈപ്പ് ഒന്ന് മനസ്സിലാക്കുക. ഓയിലി ആണോ, കോമ്പിനേഷൻ ആണോ, ഡ്രൈ ആണോ, നോർമൽ ആണോ, അതെങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിലിരിക്കുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. എക്സ്ട്രീംലി ഫോമിങ് ഫേസ് വാഷ് ആവരുത്, ആയാലും കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ ജെനറൽ ഫേസ് വാഷ്, ഏതെങ്കിലും ഒരു മിഡിലുള്ളൊരു ഫേസ് വാഷ് എടുക്കാം. ഫോമിങ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അരമണിക്കൂറിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സാധാരണ ജെനറൽ ഫേസ് വാഷ് ആണെങ്കിൽ 1 hour കിട്ടും. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1 hour, നോർമൽ ഫേസ് വാഷ് ഒക്കെ ആണെങ്കിൽ 1 hour നിൽക്കുമ്പം നിങ്ങളുടെ ഫേസ് ഓവറായിട്ട് ഓയിൽനെസ്, അതായത് സ്കിൻ ഫേസ് ഫുള്ള് എണ്ണമയം തോന്നുന്നുണ്ടെങ്കിൽ, മോയ്സ്ചറൈസർ ഒന്നും ഇടല്ലേ, ഫുൾ എണ്ണമയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഓയിലി സ്കിൻ. അതല്ല നിങ്ങളുടെ മുഖം ഒന്ന് വലിച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡ്രൈ സ്കിൻ. അതല്ല നിങ്ങളുടെ മൂക്കിന്റെ ഇത്രയും ഭാഗം അല്ലെങ്കിൽ ചിന്നിന്റെ ഇവിടെ മാത്രം ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ. അല്ല തിരിച്ച് നിങ്ങളുടെ താടിയുടെ ഇവിടെയൊക്കെ ഒരു ഓയിൽനെസ് ഉണ്ട്, ഈ ഒരു ടീ സോണിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ. ഒന്ന് ഫീൽ ആവുന്നില്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ നോർമൽ സ്കിന്നകത്തുള്ളതാണ്. ഫോമിംഗ് ഫേസ് വാഷ് ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആ ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവറിൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഓയിലി സ്കിൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് വീക്കിലി 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക. നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണ്, നോർമൽ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ്, ഡ്രൈ സ്കിൻകാർക്ക് ചിലപ്പോൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീക്കിലി വൺസ് യൂസ് ചെയ്യുക. എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ മാത്രം. കോമ്പിനേഷൻ സ്കിൻകാർ വീക്കിലി വൺസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് 1 പ്രാവശ്യം നിങ്ങൾ ഫേസ് ഫുള്ള് യൂസ് ചെയ്യുക. ആ രണ്ടാമത്തെ തവണ നിങ്ങൾക്ക് എവിടെയാണോ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സോ കൂടുതൽ തോന്നുന്നത് അവിടെ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ പിഗ്മെന്റേഷൻ കാരണം നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാനിങ് മാറ്റാനൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ഫുൾ ഇടാം, കുഴപ്പമില്ല. 6% മുകളിലോട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യം മാക്സിമം, മാത്രമല്ല പിറ്റേന്ന് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനും മറക്കരുത്. ഗ്ലൈക്കോളിക് ആസിഡിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ് നിങ്ങൾക്ക് ഒരു മൈൽഡ് എക്സ്ഫോളിയേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ നോർമൽ സ്കിൻകാർക്ക് ഏറ്റവും നല്ലത് ലാക്ടിക് ആസിഡ് ആണ്, ഗ്ലൈക്കോളിക് ആസിഡിനേക്കാളും സാലിസിലിക് ആസിഡിനേക്കാളും. അപ്പൊ മനസ്സിലായി. പിന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ലത് ലാക്ടിക് ആസിഡ് വെച്ചിട്ടുള്ള എക്സ്ഫോളിയേഷൻ ആണ്. ഒരു സെറംസ് വെച്ചിട്ടുള്ള എക്സ്ഫോളിയേഷൻ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഫേസ് വാഷിലോട്ട് പോവുകയാണെങ്കിൽ നോർമലി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നമുക്ക്, അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് നമുക്ക് 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടേത് അത്ര ഓയിലി സ്കിൻ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗിൽ ഒരു ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നൈറ്റ് ആക്റ്റീവ്സ് ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് 2 നേരം യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ആക്റ്റീവ്സ് ഫേസ് വാഷ് 1 നേരം മാത്രമേ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ലൈക്ക് മൈൽഡ് ആയിട്ട് ഫേസ് വാഷും നടക്കും, നമ്മുടെ കാര്യവും നടക്കും. കാരണം രാവിലെ വൈകിട്ട് നമ്മൾ ഫേസ് വാഷും ചെയ്യുന്നുണ്ടല്ലോ, രാവിലെ അത്ര ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ലല്ലോ ഫേസിൽ, അതുകൊണ്ടാണ്. അപ്പൊ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് പീലിംഗ് സൊല്യൂഷൻ. പീലിംഗ് സൊല്യൂഷൻ 24 ഏജിന് മുകളിലുള്ള ആൾക്കാർ മാത്രം കേട്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് ഇവിടെ നിൽക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡ് അല്ലെ കൺക്ലൂഷനിലോട്ട് പോകാം. 24 ഏജിന് മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീക്കിലി 1 പ്രാവശ്യം മാക്സിമം, അതല്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ 1 പ്രാവശ്യം മാക്സിമം നിങ്ങൾ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്താൽ മതി. ഞാനൊക്കെ 2 ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രമേ എക്സ്ഫോളിയേഷൻ ചെയ്യൂ. ഇൻ കേസ് എനിക്കിപ്പോൾ എൻ്റെ മൂക്കിൻ്റെ അവിടെയോ ഒക്കെ വൈറ്റ് ഹെഡ്സ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ആ ഭാഗങ്ങളിൽ മാത്രം പീലിംഗ് സൊല്യൂഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കും, ഫുള്ള് ഇടാറില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വ്യത്യാസം വരും.
മാത്രമല്ല നിങ്ങൾ പീലിംഗ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഹൈഡ്രേഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. റെറ്റിനോള്, വിറ്റാമിൻ സി പോലെ വിറ്റാമിൻ സി ഒരു ആക്റ്റീവ്സ് യൂസ് ചെയ്യരുത്. പിന്നെ മനസ്സിലാക്കുക, പീലിംഗ് സൊല്യൂഷൻ AHA BHA PHA ആണ്. അതായത് അതിനകത്ത് ഓൾറെഡി സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും ഒക്കെ ഉണ്ട്. സോ നമ്മൾ അത് യൂസ് ചെയ്തതിന് അന്ന് തന്നെ വീണ്ടും നമ്മൾ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷും അന്ന് വേണമെങ്കിൽ ആക്റ്റീവ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ സ്കിന്നിന്റെ ടോളറൻസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ, സിറം യൂസ് ചെയ്യേണ്ടത് എങ്ങനെ, പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായാലോ. ഇനി ആരും ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ചെയ്യരുത്. പിന്നെ എന്നോട് ചോദിക്കരുത് ചേച്ചി പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാമോ എന്നും ഇനി ചോദിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എക്സ്ഫോളിയേഷനെ പറ്റിയിട്ടായിരുന്നു. അതായത് ഓവർ എക്സ്ഫോളിയേഷൻ, അണ്ടർ എക്സ്ഫോളിയേഷൻ, ഒരുവിധ എക്സ്ഫോളിയേഷനെ പറ്റിയുള്ള എല്ലാ കാര്യവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് അടുത്ത Q&Aയിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. Q&A ട്യൂസ്ഡേയ്സിലാണ് വരുന്നത്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.